വാർത്തയിലേക്ക് സ്വാഗതം. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിച്ചു കഴിഞ്ഞു. അങ്ങനെ വാർത്തകൾ വരികയാണെങ്കിൽ തീർച്ചയായും വി.ഡി. സതീശന്റെ വീടിന് മുന്നിലുള്ള ആ ജനപ്പുഴ, ആ ജനക്കൂട്ടം, ആ ജനസാഗരം ഒരുപക്ഷെ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നറിയില്ല. ഏതായാലും 12 മണിയോടുകൂടി AICCയുടെ വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. അത് കെ.സിയുടെ പേരാണ് എന്നുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നത് കേരളത്തിൽ ഒരു വൻ കലാപം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഡൽഹിയിൽ നിന്ന് ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങളെ കാണാൻ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഇന്ന് തന്നെ ഒരു ഉത്തരം ഉണ്ടാകുമെന്ന് വ്യക്തമാവുകയാണ്. AICCയുടെ അംഗമായിരുന്ന കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഒരുപക്ഷെ മല്ലികാർജ്ജുന ഖാർഗെ തന്നെ നേരിട്ടെത്തി മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തുമായിരുന്നു എന്നൊരു നിരീക്ഷണമുണ്ട്. എന്തായാലും കെ.സി. വേണുഗോപാൽ ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വ്യക്തമാകുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തീരുമാനം അറിയിക്കുന്നത് വൈകുന്നു. അതേസമയം നിയമസഭാ കക്ഷിയോഗത്തിൽ നേതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവും ഉന്നയിക്കുമെന്ന് പുറത്തുവരുന്ന വിവരം. അതേസമയം നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കാൻ വി.ഡി. സതീശൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. ഘടകകക്ഷി നേതാക്കളും തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ UDF നിയമസഭാ കക്ഷിയോഗം നടക്കും. മുഖ്യമന്ത്രി ആരെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഉത്തരം ഇന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എത്തും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും 12 മണിയോടെ അല്പസമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അല്പസമയത്തിനുള്ളിൽ തന്നെ ആരാകും കേരളത്തിൽ മുഖ്യമന്ത്രിയെ നമുക്ക് അറിയാൻ സാധിക്കും. കെ.സി. എന്ന പേരിലേക്ക് ഒതുങ്ങുമോ എന്ന് നമുക്ക് നോക്കണം. അതോ രാവിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട വി.ഡി. സതീശനാകുമോ മുഖ്യമന്ത്രി എന്ന് കണ്ടറിയണം. ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഇനിയും അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന രമേശ് ചെന്നിത്തല ആകുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ഫലം വന്ന് 10ാം ദിവസം രാവിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ കെ.സി. വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി വീട്ടിലേക്ക് വിളിപ്പിച്ച് 1 മണിക്കൂറോളം സംസാരിച്ചു. മുഖ്യമന്ത്രി ആരെന്ന കാര്യവും ഹൈക്കമാൻഡിന്റെ ഫോർമുലയിൽ കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചതായാണ് സൂചന. കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രിയെങ്കിൽ നിയമസഭാ കക്ഷി യോഗത്തിന് മുമ്പായി വി.ഡി. സതീശനോടൊപ്പം രമേശ് ചെന്നിത്തലയോടും ഹൈക്കമാൻഡ് ആ തീരുമാനം അറിയിക്കുകയും ഫോർമുല ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കുകയും ചെയ്യും. കെ.സി. അല്ലെങ്കിൽ പകരം കെ.സി. നിർദ്ദേശിക്കുന്ന പേര് അംഗീകരിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കെ.സി. പിന്മാറുകയാണെങ്കിൽ അദ്ദേഹം താല്പര്യപ്പെടുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് സാധ്യത തെളിയുമോ? അതല്ലെങ്കിൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് കെ.സി. പക്ഷത്തിന് എന്തെങ്കിലും ഉറപ്പുകൾ നൽകണോ? അതല്ലെങ്കിൽ കെ.സിക്ക് കൂടി സ്വീകാര്യമായ ഫോർമുല എന്താണ് എന്ന ആകാംക്ഷയും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി പ്രഖ്യാപനം ഡൽഹിയിൽ അല്പസമയത്തിനകം നടക്കും. നിലവിലെ സാഹചര്യത്തിൽ വളരെ ക്രൂഷ്യൽ മൊമെന്റ് ആണ് എന്ന് വ്യക്തമാകുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം ആരായിരിക്കും ആ മുഖ്യമന്ത്രി എന്നുള്ളത്.